അങ്ങനെ അണ്ണാമലൈ തമിഴ്നാടിന്റെ BJP അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുകയാണ്. പുതിയ അധ്യക്ഷനെ ഉടനെ കൊണ്ടുവരും എന്നൊക്കെ BJP പറയുന്നുണ്ട്. അണ്ണാമലയ്ക്ക് പുതിയ സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് കേന്ദ്രത്തിലേക്ക് അണ്ണാമലയെ വലിയ രീതിയിലേക്ക് അണ്ണാമലയെ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. സ്റ്റാലിൻ ഇത് വലിയ തിരിച്ചടിയാവും. കാരണം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പദത്തിലേക്ക് അണ്ണാമലയെ എടുക്കുവാനുള്ള തീരുമാനം കേന്ദ്രത്തിനുണ്ട് എന്ന് പറയുന്നു. ഇത് ഏത് തരത്തിലായിരിക്കും തമിഴ് രാഷ്ട്രീയത്തെ, അതായത് പ്രത്യേകിച്ച് സ്റ്റാലിൻ്റെ ഒരു ഭരണത്തെ വലിയ രീതിയിൽ മാറ്റാൻ പോകുന്നു? അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ ഭരണത്തെ ഇതെങ്ങനെയായിരിക്കും, ആ ഒരു രീതി എങ്ങനെയായിരിക്കും? BJPയുടെ ഒരു ഫയർ ബ്രാൻഡ് ലീഡറാണ് അണ്ണാമലൈ. കാരണം വലിയ മാറ്റങ്ങൾ അദ്ദേഹം നേതൃ പദവിയിലേക്ക് എത്തിയതിന് ശേഷം BJPക്ക് തമിഴ്നാട്ടിലുണ്ടാക്കാൻ കഴിയും. പക്ഷേ BJPയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ BJPയുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചാൽ മാത്രം പോരാ. അവർക്ക് പാർലമെൻറ്റിലേക്ക് നടക്കുന്ന ഇലക്ഷനിലോ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് നടക്കുന്ന ഇലക്ഷനിലോ അവർക്ക് വിജയിക്കാനായിട്ട് കഴിയുന്ന സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഒരു പ്രധാനപ്പെട്ട അജണ്ട. ആ അജണ്ട നടപ്പാക്കാനായിട്ട് അണ്ണാമലൈ തമിഴ്നാട്ടിൽ തന്നെ നിന്നാൽ സാധ്യമല്ല എന്ന ഒരു ഒബ്സർവേഷൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് തോന്നുന്നു BJP അദ്ദേഹത്തെ പതുക്കെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് ഒരു ഉയർന്ന സ്ഥാനം, പ്രത്യേകിച്ച് കേന്ദ്ര മന്ത്രിസഭയിൽ തന്നെ ഒരു സ്ഥാനം നൽകി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ നല്ലൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നൊരു പരീക്ഷണത്തിൻ്റെ ഘട്ടമാണിപ്പോൾ. കാരണം BJPക്ക് തമിഴ്നാട്ടിൽ അതിൻ്റെ പാർലമെൻ്ററി മുന്നേറ്റം നടത്തണമെങ്കിൽ, എന്നുവെച്ചാൽ ഇലക്ഷനിൽ നല്ല മുന്നേറ്റം നടത്താനായിട്ട് കഴിയണമെങ്കിൽ DMK ആയിട്ട് ഒരു സഖ്യമുണ്ടാക്കി മാത്രമേ സാധ്യമുള്ളൂ. കാരണം ബേസിക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെത് ദ്രാവിഡ രാഷ്ട്രീയം തന്നെയാണ്. ഇപ്പോൾ ദ്രാവിഡ രാഷ്ട്രീയത്തിലെ ആരെങ്കിലുമൊക്കെ കൂടെ നിന്നാൽ മാത്രമേ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് തമിഴ്നാട്ടിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ കോൺഗ്രസ് ആയിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ BJP ആയാലും ഇവർക്ക് രണ്ടുപേർക്കും ഇവരുടെ ആരുടെയെങ്കിലും സഹായം ആവശ്യമാണ്. ഇപ്പോൾ കോൺഗ്രസ് DMKയുടെ കൂടെ നിൽക്കുന്നു, അപ്പോൾ ബാക്കി നിൽക്കുന്നത് DMK. അവരെ BJP ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് BJPക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് തോന്നുന്നു അണ്ണാമലയെ തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാക്കാനും BJP ഇപ്പോൾ തീരുമാനിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ DMK ആയിട്ടുള്ള സഖ്യത്തെ ശക്തിപ്പെടുത്താനായിട്ട് കഴിയുക. രണ്ടാമത്തത്, ഇദ്ദേഹം ഒരു മന്ത്രിയായിട്ട് വന്നാൽ, പ്രത്യേകിച്ച് ആഭ്യന്തര സഹമന്ത്രിയുടെ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്റ്റാലിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെടാനായിട്ട് കഴിയും, സ്റ്റാലിൻ്റെ അധികാരത്തിൽ ഇടപെടാനായിട്ട് കഴിയും. അങ്ങനെ DMKക്ക് നല്ല പണി കൊടുക്കാനായിട്ട് പറ്റുന്ന പലതും ചെയ്യാനായിട്ട് കഴിവുള്ള ഒരാളാണ് അണ്ണാമലൈ. ആ രീതിയിൽ അയാൾ ഉപയോഗിക്കുക, അതല്ലേ നല്ലത് എന്നുള്ള ആലോചനയുടെ അടിസ്ഥാനവും യഥാർത്ഥത്തിൽ ഈ തീരുമാനത്തിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിയാണ്. ഈ സ്റ്റാലിനെ വലിയ രീതിയിൽ ഒരുപക്ഷെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ആകുമ്പോൾ മോദി, അമിത്ഷായ്ക്ക് തൊട്ട് താഴെ ആ പദവിയിലേക്ക് അണ്ണാമലൈ വരും. ഇത് ഇങ്ങനെ വരുമ്പോൾ സ്റ്റാലിൻ്റെ ആഭ്യന്തര മന്ത്രി എന്ന തരത്തിൽ സ്റ്റാലിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഇത്രയും നാൾ ഒരു BJP അധ്യക്ഷനിൽ നിന്ന് മാറി ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന പദവിയിലേക്ക് വരുമ്പോൾ ഈ ചില കണക്കുകളിലൂടെ വ്യക്തത വരുത്തണം എന്നുള്ളത് സ്റ്റാലിൻ്റെ പണമിടപാടുകളുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് DMKക്കിടയിൽ തന്നെ ഒരു രാഷ്ട്രീയമായ ഒരു പകപോക്കൽ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കാരണം പ്രത്യേകിച്ച് സ്റ്റാലിനോടായിരുന്നു അണ്ണാമലയ്ക്ക് എപ്പോഴും തർക്കവും ഇപ്പോഴും ഉയർന്നത് സ്റ്റാലിനോടായിരുന്നു. ചാട്ടവാറടിയും ചെരുപ്പിടാതെയുള്ള നടത്തവും ഒക്കെ അണ്ണാമലയെ കാണിച്ചത് സ്റ്റാലിനോടുള്ള മുഴുവൻ ഒരു എതിർപ്പാണ്. ആ എതിർപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആകുമ്പോൾ തീർക്കാനുള്ള സാധ്യതയും കൂടെ മുന്നിൽ കാണണ്ടേ? ശരിയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇയാളൊരു ഫയർ ബ്രാൻഡ് പൊളിറ്റീഷ്യനാണ്. എന്നുവെച്ചാൽ ഒരിക്കലും ശാന്തമായ രീതിയിൽ ഒരു കാര്യത്തെ നേരിടുന്ന ഒരു പരിപാടി അണ്ണാമലയ്ക്കില്ല. വളരെ തീവ്രമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു. ചാട്ടവാറടിയൊക്കെ അതിൻ്റെ ഒരു ലക്ഷണം മാത്രമായിരുന്നു. പക്ഷേ അതിനൊക്കെ ചില ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവിയിലൂടെയാണ് അദ്ദേഹം ഇടപെടാൻ പോകുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവരുടെ പണമിടപാടുകൾ, അതിനെ സംബന്ധിച്ചുള്ള കേസുകൾ ഉള്ളതായാലും ഇല്ലതായാലും കുറേ കേസുകളൊക്കെ വന്ന് സ്റ്റാലിനെ ശ്വാസം മുട്ടിക്കാനായിട്ട് കഴിയും. അതിലിടപെടുക, റെയ്ഡ് നടത്തുക, പല പരിപാടികളുടെയും സാധ്യതകൾ അവിടെ തുറന്നു കിടക്കുകയാണ് ചെയ്യുന്നത്.
അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നത് വലിയ ഒരു പ്രശ്നം തന്നെയായിട്ട് BJPയുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. അതിന് പറ്റിയ ഒരു ഉപകരണം എന്ന നിലയ്ക്ക് തന്നെയാണ് അണ്ണാമലയെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹത്തെ ആഭ്യന്തര സഹമന്ത്രിയാക്കി മാറ്റുകയൊക്കെ ചെയ്താൽ ഈ പരിപാടികൾ പലതും നടക്കും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് CBI ഉപയോഗിക്കുക, അതല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള സ്ഥാപനങ്ങളെ നമ്മൾ ED എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. ED കഴിഞ്ഞ് അപ്പുറത്ത് കോർപ്പറേറ്റ് തലത്തിലേക്ക് പോയി കഴിഞ്ഞ സമയത്ത് SFIO അങ്ങനെ പലതുമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന സമയത്ത് അധികാരത്തിനെതിരെ നിൽക്കുന്നതായിട്ടുള്ള ശക്തികളെ തോണ്ടാനും മാന്താനും ആവശ്യമായിട്ടുള്ള രീതിയിൽ മുട്ടുകുത്തിക്കാനും അല്ലെങ്കിൽ മുട്ടിൽ ഇഴയിപ്പിക്കാനും ഒക്കെ ഉള്ള അധികാരം തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് BJP തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതിനുപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ക്ലാസ് വർക്കറാണ് യഥാർത്ഥത്തിൽ അണ്ണാമല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാനായിട്ട് അവർക്ക് തീർച്ചയായിട്ടും കഴിയും. സ്റ്റാലിൻ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. മാഷെ, ഈ പോലീസ് വേഷങ്ങൾ അഭിനയിച്ച സുരേഷ് ഗോപി മന്ത്രിപദത്തിലേക്ക് വന്നപ്പോൾ, കേന്ദ്ര സഹമന്ത്രി ആയപ്പോൾ അതേ രീതിയിലുള്ള ഒരു ഭാവങ്ങൾ തന്നെയാണ് പലപ്പോഴും മാധ്യമപ്രവർത്തകരോടും ജനങ്ങളോടും കാണിക്കുന്നതിനുള്ള വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ IPS ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ് അണ്ണാമലൈ. ആ അണ്ണാമലയാണ് പിന്നീട് BJPയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനാകുന്നത്. അതിനുശേഷം ഇപ്പോൾ ആ പദവിയിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ആകും എന്നൊക്കെയുള്ള വിവരങ്ങൾ. ഇപ്പോൾ ഒരു IPS ഉദ്യോഗസ്ഥൻ ഈ ഒരു പദവിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത്? അല്ല, അദ്ദേഹത്തിൽ തീർച്ചയായിട്ടും IPS ഉദ്യോഗസ്ഥൻ്റെ ഹാങ് ഓവർ ഉണ്ടാകാം, അതിന് മാറ്റം വരില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. കാരണം അവർ കുറേ കാലം ശീലിച്ചു പോയ ചില ജീവിതശൈലി അല്ലെങ്കിൽ ജീവിത രീതികളുണ്ട്. ആ രീതികളിൽ തന്നെയായിരിക്കും അവർ രാഷ്ട്രീയത്തെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ IPS ഉദ്യോഗസ്ഥൻ എങ്ങനെയൊക്കെയാണോ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇടപെട്ടിരുന്നതും അദ്ദേഹം എങ്ങനെയുള്ള ഒരു എംപവർ പൊസിഷനാണ് ആ കാര്യത്തിലൂടെ നേടിയെടുത്തിട്ടുള്ളത്, അത് രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രയോഗിക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും ഇനി അദ്ദേഹം നടത്താൻ പോകുന്നതായിട്ടുള്ള ഗവേഷണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഒരുപാട് വാർത്തകൾ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് കേൾക്കാനായിട്ട് പറ്റും. IPS ഉദ്യോഗസ്ഥനായിരുന്ന അണ്ണാമലൈ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി കഴിഞ്ഞാൽ എങ്ങനെ ആഭ്യന്തരമന്ത്രി പദത്തെ പോലും യഥാർത്ഥത്തിൽ DMK വിറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്ന് തീർച്ചയായിട്ടും അദ്ദേഹം പരിശോധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലൊരു കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പദവിയിലേക്ക് വരുമ്പോൾ DMKയുടെ ഒരു പതനം പ്രതീക്ഷിക്കാൻ കഴിയും? DMKയുടെ പതനം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. DMK നിരന്തരമായിട്ട് ഉപദ്രവിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയും. ആ ഉപദ്രവം എന്ന് പറയുന്നത് വളരെ ക്ഷമയോടുകൂടി അവർ സഹിച്ചു നിന്നില്ല എങ്കിൽ അവർക്ക് അവരുടെ നിയന്ത്രണം വിട്ടുപോവുകയും അവർ വല്ലാത്ത തരത്തിൽ പ്രകോപിതരായിത്തീരുകയും BJP എന്താണോ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള അസ്വസ്ഥതകളും അസ്ഥിരതകളും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കാനായിട്ട് കഴിയും. യഥാർത്ഥത്തിൽ ആത്യന്തികമായിട്ട് എനിക്ക് തോന്നുന്നു അമിത്ഷാ ഉദ്ദേശിച്ചിട്ടുള്ളതും അത് തന്നെയായിരിക്കും. അണ്ണാമലയുടെ വിടവ് അതൊരു പക്ഷേ തമിഴ്നാട്ടിലെ BJP പ്രവർത്തകർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ, പക്ഷെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന, പ്രത്യേകിച്ച് അണ്ണാ DMK എന്ന് പറയുന്ന ആ സഖ്യത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് BJP അധ്യക്ഷനായി വന്നാലേ മാഷ് പറഞ്ഞതുപോലെ BJPക്ക് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകും. അപ്പോൾ അത്തരം ഒരാളെ കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി കൂടിയായിരിക്കില്ലേ അണ്ണാമലൈ ഇപ്പോൾ അതിൽ നിന്ന് മാറ്റുന്നത്? അത് ഇവർ യഥാർത്ഥത്തിൽ BJP പലപ്പോഴും അവരുടെ കൈകളിൽ ലഭ്യമാകുന്നതായിട്ടുള്ള കരുക്കളെ എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ രാഷ്ട്രീയത്തിൽ അത് ഫലപ്രദമായിട്ട് കൊണ്ടുവരാനായിട്ട് കഴിയും, അതിൻ്റെ അന്വേഷണം വളരെ കൃത്യമായിട്ട് നടക്കുന്നതാണ്. അതായത് നമ്മൾ അമിത്ഷായും അതേപോലെ തന്നെ നരേന്ദ്രമോദിയൊക്കെ കാണുന്നത്. പക്ഷേ അതിൻ്റെ കീഴെ അതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ശാസ്ത്രീയമായിട്ട് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്കൽ ടീം ശരിക്കും പ്രവർത്തിക്കുന്നത്. ആ പൊളിറ്റിക്കൽ ടീമിൻ്റെ ഒരു കണ്ടെത്തലായിരിക്കാം ഇപ്പോൾ ഉള്ള ഈ മാറ്റത്തിന് കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും.